നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് നേരെ നടപടികൾ കടുപ്പിക്കുകയാണ് കുവൈത്ത്. രാജ്യത്ത് നിലവിലുള്ള പ്രവാസികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ഇപ്പോൾ കുവൈത്തിൽ പ്രവാസികളെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. 800 പ്രവാസികളെ പിരിച്ചുവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂട്ട പിരിച്ചുവിടലിന് മന്ത്രാലയം വ്യക്തമായ കാരണങ്ങളൊന്നും നൽകിയിട്ടില്ലെങ്കിലും നിലവിലെ സ്വദേശവത്കരണ നയവുമായി ബന്ധിപ്പിച്ചാണ് ഈ നീക്കമെന്നാണ് കരുതുന്നത്. പിരിച്ചുവിടൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപായി തങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങൾ ശരിയാക്കാൻ ജീവനക്കാർക്ക് 1 മാസത്തെ ഗ്രേസ് പീരീഡ് നൽകിയിട്ടുണ്ട്. തൊഴിൽ അവസരങ്ങളിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകാനുള്ള മാർഗമെന്ന നിലയിൽ രാജ്യത്തെ വിവിധ മേഖലകളിൽ വിദേശി തൊഴിലാളികൾക്ക് പകരം കുവൈത്തികളെ നിയമിക്കാനാണ് സ്വദേശിവത്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അടുത്തിടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് വിദേശികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരുന്നു. രാജ്യത്ത് അധ്യാപകരുടെ കുറവ് ഉണ്ടായിട്ടും കഴിഞ്ഞ അധ്യയന വർഷാവസാനം കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രാലയം ഏകദേശം 1800 പ്രവാസി അധ്യാപകരെയാണ് പിരിച്ചുവിട്ടത്. അതേസമയം വിദേശികൾ പെരുകുന്നതും അനധികൃത താമസക്കാരുടെ സാന്നിധ്യവുമാണ് കുവൈത്തിൽ ഫാമിലി വിസിറ്റ് വിസയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം. ഇതുമൂലം പല പ്രവാസികൾക്കും നാട്ടിൽ നിന്നും കുടുംബങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. നിലവിൽ തൊഴിൽ വിസയും കൊമേഴ്ഷ്യൽ സന്ദർശന വിസയും മാത്രമേ അനുവദിക്കുന്നുള്ളൂ. എന്നാലും ഡിസംബറോടെ ഈ വിസയുടെ കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തു വന്നിരുന്നു. പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ തന്നെയാണ് കുവൈത്ത് വിസ നിയന്ത്രണം ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഭാവിയിലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു നിർദ്ദേശം പാർലമെന്റിന്റെ സ്പീക്കർ അഹമ്മദ് അൽ സദൂൺ ദേശീയ അസംബ്ലിയിൽ മുന്നോട്ട് വെച്ചിരുന്നു. പൊതുമേഖലയിലെ ജോലി അവസരങ്ങൾ കുവൈത്തി പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും യോഗ്യതയുള്ള കുവൈത്തികളെ ലഭിച്ചില്ലെങ്കിൽ മാത്രം പകരം പ്രവാസി തൊഴിലാളികളെ പരിഗണിക്കാവുമെന്നുമുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശം ദേശീയ അസംബ്ലിയിൽ സമർപ്പിച്ചിരുന്നു. അതോടൊപ്പം സമാനമായ ജോലികൾ ചെയ്യുന്ന സ്വദേശി തൊഴിലാളികളുടെ ശമ്പളത്തേക്കാൾ ഉയർന്ന ശമ്പളം ഇവർക്ക് നൽകരുതേ എന്നും അൽ സദൂൺ നിർദ്ദേശം നൽകിയിരുന്നു. രാജ്യത്തിന്റെ പുരോഗതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും സ്വദേശിവത്കരണം ശക്തി പകരുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിലൂടെ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പ്രവാസി തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാനും കഴിയുമെന്നും അൽ സദൂൺ പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.